ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവി പ്ലാനറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഉള്ളിത്തീയിലാണ്. അപ്പോൾ നമുക്ക് ഉള്ളിത്തീയിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിലേക്കായി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് തേങ്ങയെ വറുത്തെടുക്കാം. ഞാൻ ഉള്ളിത്തീയലിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ ആ ഒരു മുറി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലുള്ള വെള്ളം മാത്രം തികയില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കറി ലൂസാക്കാൻ, എന്നാൽ ഒരുപാട് ലൂസാവരുത്, കുറച്ച് കുറുകിയിരിക്കണം, എന്നാലേ കൊള്ളാവൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചൂടാക്കാം. ഒരിക്കലും കറി തിളച്ച് പോകരുത്. വെട്ടി തിളച്ചാൽ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് ഉപ്പ് കൂടി, എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്കിത് ചൂടാക്കാൻ വയ്ക്കാം. ഇനി കടുക് താളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് മൂപ്പിച്ചിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും, മണവും കിട്ടും. അതിന് വേണ്ടിയാണ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറിവേപ്പിലയും കൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയിലൂടെ റെഡി ആയിട്ടുണ്ട്. കറി തിളയ്ക്കാതെ നല്ലോണം പതഞ്ഞ് വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ ഓണാക്കി വെക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കണം. എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൽ പ്രതീകം